PSC അംഗം രമ്യയെ പുറത്താക്കുക, കോഴയ്ക്ക് കൂട്ടുനിന്ന മന്ത്രി AK ശശീന്ദ്രനെ പുറത്താക്കുക, കോഴ വാങ്ങിയ സംഭവത്തിൽ PC ചാക്കോ അടക്കമുള്ളവർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകുക എന്നാവശ്യങ്ങളുന്നയിച്ച് NCP പ്രവർത്തകർ PSC ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വൈദ്യുത ഭവൻ പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് PSC ആസ്ഥാനത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയന്റെ ചരമദിനം കൂടിയാണെന്ന്. അദ്ദേഹം കൊണ്ടു നടന്ന ആദർശങ്ങൾ, അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾ ഇന്നത്തെ നേതൃത്വം അതിൽ നിന്നും NCPയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയവർ NCP-S-ന്റെ നേതാക്കളായ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിമാരും അതുപോലെ തന്നെ നേതാക്കളുമായ ചിലരുടെ അവരുടെ ജീവിതത്തിൽ അഴിമതിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ടാണ് ഈ ദിവസം തന്നെ ഉഴവൂരിന്റെ ചരമദിനത്തിൽ തന്നെ ഇന്ന് ഈ പരിപാടി ഇവിടെ PSC ആസ്ഥാനത്തേക്കുള്ള മാർച്ച് വയ്ക്കാനുള്ള മുഖ്യ കാരണം. ഇന്ന് കോട്ടയത്ത് ഉഴവൂരിന്റെ ചരമദിനം ആഘോഷിക്കുമ്പോൾ ഈ കള്ളത്തരങ്ങളെ മറച്ചുവെക്കുന്നതിന് വേണ്ടി അവർ, നമുക്കെല്ലാവർക്കും അറിയാം VM സുധീരനെ കുറിച്ച്. ആ VM സുധീരന് ഒരു പത്രികയും 25,000 രൂപയും നൽകിക്കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും നല്ലവർ എന്ന് വേണ്ടി നടിച്ചുകൊണ്ട് ഒരു പരിപാടി കോട്ടയത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ VM സുധീരൻ നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ കൃത്യമായി അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് അവിടെ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്ന് അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ സ്മരണിക ഏറ്റുവാങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും എവിടെ നിൽക്കുന്നു VM സുധീരൻ എന്നത്. അപ്പോ ഇന്ന് അഴിമതിയുടെ കറപുരണ്ട ജീവിതത്തിൽ ഇന്ന് എല്ലാവരും മുങ്ങി നിൽക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് NCP ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമരം ഇതൊരു തുടക്കം മാത്രമാണ്, ഇതോടെ അവസാനിക്കാൻ പോകുന്നില്ല. വൻതുക കോഴ നൽകി PSC അംഗമായ രമ്യയെ പുറത്താക്കാൻ ഗവർണർ തയ്യാറാകണം. PSCയുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തുവന്നിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഇപ്പോൾ നടക്കുന്നത് അഴിമതിക്കെതിരായ സമരത്തിന്റെ തുടക്കം മാത്രമാണെന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഇവിടെ ഈ മന്ത്രിസഭയിലെ മന്ത്രിയായ AK ശശീന്ദ്രനും ഇതിനകത്തിരിക്കുന്ന VR രമ്യ എന്ന NCPയുടെ നോമിനിയായ PSC മെമ്പറും അതുപോലെ തന്നെ PC ചാക്കോക്കെതിരെയും ഇവിടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസെടുത്തിരിക്കുന്നു. പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി സർക്കാരിനും ഗവർണർക്കും നൽകിയിട്ട് 3 മാസത്തിലധികമായി. ഇതുവരെ സർക്കാർ അതിന് അനുമതി നൽകിയിട്ടില്ല. ഉടനടി അതിന് ഇത്തരത്തിലുള്ള അനുമതി നൽകിയില്ലെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഹൈക്കോടതിയിൽ പോയിക്കൊണ്ട് ഇതിന് അനുമതി നൽകുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് പാർട്ടി ഒട്ടും പിന്നോട്ടം പോകുന്നതല്ല. അത്തരം സമര പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. PSC അഴിമതി ഒരു NCPയുടെ അഴിമതി മാത്രമല്ല. ആദ്യമായി INL 40 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് ഇൽക്കാലത്ത് JDS-നെ പറ്റി പറഞ്ഞു, ഇവിടെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ മറ്റ് പല പാർട്ടികളുടെയും അഴിമതി ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, PSC അഴിമതിയിൽ NCPയുടെ കോഴ വാങ്ങി നൽകുന്നതിന് മുഖ്യമായി മുന്നിൽ നിന്നത് ഒരു അബ്കാരി കോൺട്രാക്ടറായ തങ്കച്ചനാണ്. ആ തങ്കച്ചന്റെ ഭാര്യ കൂടി ഇതിനകത്ത് പൈസ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് 55 ലക്ഷം രൂപ കൈമാറിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോ PSCയിലെ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഈ PSCയിലെ പകുതിയിലധികം ആളുകൾ ഇതിൽ നിന്ന് കേസെടുത്താൽ പുറത്തു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്നു എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്നൊരു കള്ളക്കളിയാണത്. പാർട്ടിയുടെ കഴിവുള്ള PhD ക്വാളിഫിക്കേഷനുള്ള വയനാട് ജില്ലാ പ്രസിഡന്റ് എന്ന അനിൽകുമാറിനെ പാർട്ടി അന്ന് ഈ PSC നിയമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ ചാക്കോ അതിന് മുതിരാതെ 55 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് VR രമ്യയെ തിരഞ്ഞെടുത്ത് ഈ പൈസ വാങ്ങിച്ചത്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല,
PC ചാക്കോയുടെ കൂടെ 8 വർഷം ഉണ്ടായിരുന്ന PA പിന്നീട് ഈ ഗവൺമെന്റ് വന്നപ്പോൾ 2021 വനം വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ PA ആയി വന്നിരുന്ന ബിജു ആബേൽ ജേക്കബ് കൃത്യമായി പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം അത് പറയുമ്പോൾ സംസ്ഥാനത്ത് ഒരു MLA കൂടി അവിടെ കൂടെയുണ്ട്, പാർട്ടിയുടെ MLA-മായ തോമസ് കെ തോമസ് MLA. അദ്ദേഹം അടക്കമുള്ള അന്നെടുത്ത പൂർണ്ണമായ ഓഡിയോ, ആ ഓഡിയോയുടെ കൃത്യമായ രൂപം അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, ഗവർണർക്ക് നൽകിയിട്ടുണ്ട്, ബാക്കി DGPക്ക് അടക്കം നൽകിയിട്ടുണ്ട്. അതിന് DGP ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം വെച്ചു. ആ അന്വേഷണത്തിൽ അവർ അന്ന് പരാതി കൊടുത്ത, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗിരീഷ് ബാബുവിന്റെ, അദ്ദേഹമാണ് കോടതിയിൽ പരാതി കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ തെളിവുകൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ NA മുഹമ്മദിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മൊഴിയും കൂടി അവർ വന്നെടുത്തിരുന്നു. ഞാൻ ആ മൊഴിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, അന്ന് അവർക്കും ഇതിന്റെ ക്രൈംബ്രാഞ്ചിനും ഇതിന്റെ ഓഡിയോ 1 മണിക്കൂറിലധികമുള്ള ഈ അഴിമതി കഥകൾ മുഴുവൻ വിവരിക്കുന്ന ഓഡിയോ ക്ലിപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെവിടെ പോയി? എന്നാൽ തോമസ് കെ തോമസിന്റെ MLA-യുടെ മൊഴി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞു പോയ അവർ അതെടുക്കാതെ അതിൽ കാര്യമായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ എനിക്കുറപ്പുണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിയാത്ത ആളല്ല. മുഖ്യമന്ത്രിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ ഇതിനകത്തിരിക്കുന്ന പകുതിയിൽ ആളുകൾ 21 പേരുണ്ടെങ്കിൽ 21 പേരിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ അഴിമതിയിൽ പുറത്തു പോകേണ്ടി വരും എന്നുള്ള സ്കറിയ തോമസിന്റെ പാർട്ടിയുടെ നോമിനിയായിട്ട് കയറിയ ആളാണ് തങ്കച്ചന്റെ ഭാര്യ. അദ്ദേഹം പൈസ കൊടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. ഒരു ബാർ മുതലാളിയുടെ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ട്. അപ്പോ അവർ നിയമനങ്ങളിൽ സുതാര്യത എങ്ങനെ വരുത്തും? ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാള് മാത്രമല്ല, VR രമ്യ 55 ലക്ഷം ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് 65 ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുത്തു. PC ചാക്കോ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പീതാംബരം മാഷ്ട മകനും അദ്ദേഹത്തിന്റെ ഏറ്റവും കൂട്ടുകാരനും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന ജയം പുത്തമ്പുരക്കലിനും 10 ലക്ഷം രൂപ ജയം പുത്തപ്പന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ അന്ന് പീതാംബരം മാഷ്ട മകന്റെ അക്കൗണ്ടിൽ എടുത്തുള്ള ബാക്കിയുള്ള പൈസ നേരിട്ട് കൊണ്ടുകൊടുത്തു. ഇതെല്ലാം തെളിവുകളായി നിരത്തുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ PSC-ക്കകത്തിരിക്കുന്ന അഴിമതിക്കാരായി പൈസ കൊടുത്ത് ജോലിക്ക് കയറിയവരെ എന്തിനു സംരക്ഷിക്കണം? ഇടതുപക്ഷ സർക്കാർ ഇവിടെ കയറിയിട്ടുള്ളത് UDF-ന്റെ തെറ്റുകൾ തിരുത്തുന്നതിനാണ്. UDF-ന്റെ തെറ്റുകൾ തിരുത്തുന്നതിനാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു, 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരണത്തിൽ ഏറിയപ്പോൾ അന്ന് 12 പേർ മാത്രമാണ് PSC മെമ്പർമാർ. ഉമ്മൻചാണ്ടി സർക്കാരാണ് പിന്നീട് 2015 പിന്നീട് 2015 21 മെമ്പർമാരാക്കി. 2016 ശ്രീ പിണറായി വിജയൻ ഇവിടെ അധികാരം ഏറ്റെടുത്തപ്പോൾ എന്തുകൊണ്ട് അത് തിരുത്തിക്കൊണ്ട് പഴയ 12 എത്തിച്ചില്ല? ഇപ്പോൾ ഒരു PSC മെമ്പർ ഇവിടെ നിന്ന് 6 വർഷം കഴിഞ്ഞ് വിരമിക്കുമ്പോൾ 1,1,4 ലക്ഷത്തോളം രൂപയാണ് അവർക്ക് പെൻഷനായി ലഭിക്കുന്നത്. മറ്റു പലർക്കും ഇല്ലാത്ത മറ്റൊന്നുകൂടി, ആജീവനാന്തം അവരുടെ മരണം വരെ ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണക്കാരന് ഒരാൾക്ക് ലഭിക്കുന്നില്ല. ഇവർക്ക് ലഭിക്കുന്നു എന്തിനു വേണ്ടി? കൂടാതെ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് കേരളത്തിലുടനീളം പോകുമ്പോൾ അവർക്ക് DA-യും ബത്തയും ബാക്കിയുള്ള താമസ സൗകര്യവും ബാക്കി എല്ലാത്തിനും പൈസ ലഭിക്കുന്നു. കോടികളാണ് അവർ 6 വർഷം കൊണ്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കോടികളായി വിൽക്കുന്നതും. മാത്രമല്ല, നിങ്ങൾ UPSC-യിലേക്ക് നോക്കുക. UPSC-ക്ക് 8 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. നമ്മളെക്കാൾ എത്രയോ വലിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ പോലും 12 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിന് പാർട്ടിക്കാർക്ക് കോഴ വാങ്ങിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് 21 നിലനിർത്തണം? മാറ്റണ്ടേ? സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ നികുതിപ്പണം അടിച്ചു കയറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കോഴ വാങ്ങുന്നതിന് വേണ്ടി സർക്കാരിന് പൈസ ഇല്ല, ശമ്പളം കൊടുക്കാൻ KSRTC-ക്ക് പോലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് പറയുന്ന ഈ സർക്കാർ എന്തിന് ഇത്തരം മാതികളെ നിലനിർത്തണം? സർക്കാരിനെതിരായ അഴിമതിക്കറ തുടച്ചു നീക്കാൻ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സുവർണാവസരമാണിതെന്നും മന്ത്രി ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി കേസന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടതെന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഇത്തരം ആളുകളെ നിലനിർത്തിക്കൊണ്ടാണോ ഇടതുപക്ഷം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിന് കൃത്യമായ മറുപടി ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാറ്റങ്ങൾ ഉടനെ തന്നെ
ഇതിൽ അഴിമതിക്കാരായി ഞങ്ങൾ പേര് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും കേരളത്തിന്റെ മണ്ണിൽ നാളെ ഇത്തരം ഈ പറയുന്ന PSC അഴിമതി എന്നത് ഒന്ന് ഇല്ലാത്ത വിധത്തിൽ തുടച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് ഇതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ ഇത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അന്വേഷണം കൃത്യമായി നടത്തുകയാണെങ്കിൽ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. വരും ദിവസങ്ങളിൽ ഓരോന്നായി ഞങ്ങളത് പുറത്തുവിടും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങൾ NCPയുടെ മുതിർന്ന നേതാക്കന്മാർ മാത്രമാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള. കേരളത്തിലുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള പല ആളുകളും, ഇപ്പൊ മലപ്പുറത്ത് നിപ്പായതുകൊണ്ട് അവിടെ പലർക്കും വരാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുപോലെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടില്ല. ഇതൊരു എല്ലാ ജില്ലകളിലേക്കും അടുത്ത ഘട്ടത്തിൽ ഈ സമരം ഇത് പടർന്ന് തീപന്തമായി പോകും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ ചരമദിനം പ്രമാണിച്ച് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർത്ഥസാരഥി മാസ്റ്റർ ധർണ സമരപ്രമേയവും അവതരിപ്പിച്ചു. മൈനോറിറ്റി ദേശീയ വൈസ് ചെയർമാനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KA ജബ്ബാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KK ഷംസുദ്ദീൻ, സാബു മത്തായി, മൈനോറിറ്റി ദേശീയ ജനറൽ സെക്രട്ടറി നാദിർ ഷാ മലപ്പുറം, അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ, ഷാജിർ അലത്തിയൂർ, അഡ്വക്കേറ്റ് VS കവിത, CK ഗഫൂർ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ ആലപ്പുഴ, റഹ്മത്തുള്ള മലപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.